ഹായ്, അപ്പോൾ ഇന്ന് കോണ്ടാക്ട് ലെൻസ് ലവേഴ്സിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അവർക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഈ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ഈ ഒരു ബോക്സിനകത്ത് ഇതൊരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. നോക്കിയേ, ഒന്ന് ക്ലോസർ ആയിട്ട് കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് നന്നായി കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇതിനകത്ത് കോണ്ടാക്ട് ലെൻസ് വെക്കുന്ന ഒരു കേസസ് ഇതിനകത്ത് വരുന്നുണ്ട്. കൂടെ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ് നമുക്ക് ഈ കാണുന്ന കുഞ്ഞു ബോട്ടിലിൽ ഒഴിച്ചു വെക്കാം. ദെൻ 2 ടൂൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടെ വേണ്ടിയാണ്. ദേ കണ്ടോ, 2 ടൂൾ ഇതിനകത്തുണ്ട്. ഇത് രണ്ടും എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇത് ആവശ്യം വരുന്നേ, ഇപ്പോൾ കോണ്ടാക്ട് ലെൻസ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ഈ കോണ്ടാക്ട് ലെൻസിനെ എടുത്ത് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഇതിങ്ങനെ ടച്ച് ചെയ്താൽ തന്നെ ഇതിവിടെ നമ്മുടെ കോണ്ടാക്ട് ലെൻസ് ഇതിൽ വരും. ദെൻ നമുക്കിത് ഉണ്ട്, ഇതിലൊരു മിറർ ഉണ്ട്. ഈ മിററിന്റെ ഹെൽപ്പോടുകൂടി നമുക്കിത് കണ്ണിൽ വെക്കാൻ സാധിക്കും. ദെൻ എടുക്കാൻ നേരത്താണ് ഈ ടൂളിന്റെ ആവശ്യം വരുന്നത്. ഇതേ കണ്ടോ, ഇത് സിലിക്കോൺ ആണ് ഇതിന്റെ എൻഡിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് അതേപോലെ ഈ മിററിന്റെ ഹെൽപ്പോടെ നമുക്ക് കണ്ണിൽ കൂടെ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ പിടിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്യാണ്ട്, നമ്മുടെ കൈയിലുള്ള അഴുക്കും പൊടിയൊന്നും ആക്കാണ്ട് ഈ ഒരു സാധനം ഉപയോഗിച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലൊരു കുറച്ച് ക്വാണ്ടിറ്റി സൊല്യൂഷൻ ഒഴിച്ചു വെക്കാൻ പറ്റും. നോർമലി കണ്ടില്ലേ, നമ്മുടെ സൊല്യൂഷനൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി, ഇത്രയൊക്കെയാണ് വരുന്നത്. ഈ വലിയ ബോട്ടിൽസ് കൊണ്ടു കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ കുഞ്ഞു ബോട്ടിലിൽ നമ്മളൊരു യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുന്നത്. കണ്ട്, ഈ ഇത്രയും തിങ്സ് ഒരു കുഞ്ഞു ബോട്ടിലായില്ലേ, ഒരു കുഞ്ഞു സാധനത്തിനകത്ത് തന്നെ നമുക്കിതെല്ലാം ആയി കിട്ടും. ദെൻ അത് പറയുമ്പോൾ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുണ്ട്. ഈ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന പലരും ചെയ്യുന്നത് നമ്മുടെ കൈ കൊണ്ട് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് പലരും ഈ കോണ്ടാക്ട് ലെൻസ് നമ്മൾ കണ്ണിൽ വെച്ചിട്ട് വെക്കുമ്പോഴാണെങ്കിലും ഊരുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ സൊല്യൂഷൻ കൊണ്ട് നടക്കുന്നത് എല്ലാ തവണയും ഇത് ഊരുമ്പോഴും തിരിച്ച് ഇതിനകത്ത് വെക്കുന്നതിന് മുന്നേ നമ്മൾ അതിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം. ഈ സൊല്യൂഷനിൽ ഒന്ന് ചെറുതായിട്ടൊരു 1-2 ഡ്രോപ്സ് അതിലൊഴിച്ച്, ജസ്റ്റ് ഒരു ഡ്രോപ്സ് എങ്കിലും ഈ സൊല്യൂഷനിലൊന്ന് ഒഴിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം വീണ്ടും കേസസിൽ വെക്കാൻ. അതുപോലെ കേസസ് എടുക്കുമ്പോഴും ഈ സൊല്യൂഷൻ, ഈ കോണ്ടാക്ട് ലെൻസിന്റെ സൊല്യൂഷൻ ഒരു ഡ്രോപ്പ് ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വെക്കാം. എന്താന്ന് വെച്ചാൽ അത്രയ്ക്കും നമ്മുടെ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും എപ്പോഴും നമ്മുടെ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ. അപ്പൊ നമ്മുടെ കണ്ണിന് അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഈ ഒരു പോയിന്റ് പ്രത്യേകം പറയുന്ന. പലരും ഇത് കോണ്ടാക്ട് ലെൻസ് ഇട്ട് വെക്കേണ്ട, അതായത് ഈ കേസസിൽ ഒഴിച്ചു വെക്കേണ്ട ഒരു ലിക്വിഡ് ആയിട്ട് ഇതിനെ കരുതുന്നുണ്ട്. അല്ല, ഈ കോണ്ടാക്ട് ലെൻസിന്റെ സൊല്യൂഷന് അങ്ങനെ ഒരു വലിയൊരു ഉപയോഗവും കൂടെ ഉണ്ട്. അപ്പൊ ഇതൊരു ആന്റി മൈക്രോബിയൽ ആണ്. അതായത് നമ്മുടെ എല്ലാ ബാക്ടീരിയയും ഫംഗസും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു പൊടിയും ഒരു ചാൻസും നമ്മുടെ കണ്ണിന് കൊടുക്കാതിരിക്കാൻ, നെഗറ്റീവ് ചാൻസും വരാതിരിക്കാനാണ് നമ്മൾ സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ കഴുകുന്നത്. ഫംഗലോ പൊടിയോ ബാക്ടീരിയസോ ഒന്നും നമ്മുടെ കണ്ണിലാവാണ്ടിരിക്കാൻ. സോ ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത്, ഞാൻ ഇത് പറഞ്ഞത്, ഈ ഒരു പ്രോഡക്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലേഡീസ് ആണെങ്കിലും നമ്മൾ ക്രീംസ് എല്ലാം നമ്മൾ പല പല കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസിലാക്കി കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ കയ്യിൽ കൊണ്ടു കിടക്കുന്ന ഹാൻഡ് ബാഗിൽ ഇരിക്കാൻ പറ്റുന്ന അളവിലായിരിക്കും നമ്മളെപ്പോഴും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം ലേഡീസ് എന്ന് പറയുന്നില്ല, ഇപ്പൊ ജെൻസും വളരെ നന്നായി സ്കിന്നൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് ലേഡീസ് എന്ന് പറയുന്നില്ല, അവർക്കും ഉപയോഗിക്കാം. രണ്ടുപേർക്കും കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണിത്. അപ്പോൾ ഇത് കൊണ്ടു കിടക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു കുഞ്ഞു സാധനത്തിനകത്ത് കോണ്ടാക്ട് ലെൻസിന്റെ എല്ലാ സാധനവും ആയിരിക്കും.